മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ലുഖ്മാനിന്റെ ഭാഗമായി മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത്. അവിടുത്തെ ജീവിതവും ജീവിത പശ്ചാത്തലങ്ങളും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമുണ്ടായ കാരണങ്ങളും നബിമാരിൽ നിന്ന് അവിടത്തേക്ക് ലഭിച്ച ഉപദേശങ്ങളും എല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു തആല സൂചിപ്പിച്ച ഉപദേശങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കി ഇന്ന് ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ മാത്രം ആയത്തുകളൊന്ന് ഓതി ചെറിയ രീതിയിലൊന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ കഴിഞ്ഞുപോയ ബനൂ ഇസ്രായേലിൽ ജീവിച്ചുപോയ ഒരു മഹാന്റെ ജീവിതവും ആ മഹാൻ അവിടുത്തെ മകന് നൽകിയ ഉപദേശങ്ങളും എടുത്തു പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഒരു പൊരുളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഉള്ള ഇമാമാണ്. ഏത് കാലഘട്ടത്തിലും എത്ര വലിയ കണ്ടുപിടുത്തങ്ങളും മറിഞ്ഞു വന്നാലും എല്ലാറ്റിനും ഇമാം ഖുർആൻ തന്നെയാണ് മറുപടിയായി നിൽക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞുപോയ ഒരു മഹാന്റെ ജീവിതം അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശങ്ങളെ അല്ലാഹു എടുത്ത് ഖുർആനിൽ കൊടുക്കുമ്പോൾ അതിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് പാഠമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. എന്ന് പറഞ്ഞാൽ ആ ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ്, നമുക്ക് പകർത്താനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നോക്കൂ നിങ്ങൾ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടുത്തെ മകന് നൽകിയ ഉപദേശം, ആ ഉപദേശം ഒന്നാമത്തെ ഉപദേശം എന്താണ്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ഒന്നാമതായി ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ക്ലിയർ ചെയ്യേണ്ടത്. വിശ്വാസം ശരിയല്ല എങ്കിൽ ബാക്കിയുള്ള ഒന്നും ശരിയല്ല. ഒരാൾ നോമ്പെടുക്കുന്നു, ഈമാനില്ലാത്ത നോമ്പാണെങ്കിൽ, അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാത്ത നോമ്പാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് പ്രതിഫലം ഇല്ല. അതുകൊണ്ടാണല്ലോ മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ എന്ന് പറയാനുള്ള കാരണം. എല്ലായിടത്തും ഈമാന് പ്രധാനമാണ്. എല്ലാ അമലിനും ഈമാൻ വേണം. ഈമാനില്ലാത്ത ഒരുത്തൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ അർത്ഥമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമില്ല. ഈമാൻ വേണം. ഇലാഹിയായ വിശ്വാസം, ആ വിശ്വാസം അചഞ്ചലമായിരിക്കണം. അതിൽ ചാഞ്ചാട്ടങ്ങളില്ലാത്ത ഉറച്ച വിശ്വാസമായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു ഏകനാണ് എന്ന ഉറച്ച വിശ്വാസം, ഒരിക്കലും അതിൽ പങ്കുകാരെ ചേർക്കാൻ പാടില്ല. അതാണ് ഒന്നാമതായി മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകന് കൊടുത്ത ഉപദേശം. മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, ഒരിക്കലും അല്ലാഹുവിന് ഏക ഇലാഹായ റബ്ബിന് നീ പങ്കുകാരെ ചേർത്ത് കളയരുത്. അല്ലാഹു ഏകനാണ്, അവന് സന്താനങ്ങളില്ല, കൂട്ടുകാരില്ല, ആരും ഇല്ല. ആ ഏകനായ റബ്ബിനെ നീ പരിപൂർണമായി വിശ്വസിച്ചേ പറ്റൂ എന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം, ആ ഭാഗമാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മോനോട് ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, ആ ആയത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹു തആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ. മോനെ, നീ അല്ലാഹുവിനെ നീ പങ്കുകാരെ ചേർക്കരുത് എന്ന്
മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു ഉപദേശം. ആ ഉപദേശങ്ങളെ ഇനിങ്ങനെ ബാക്കിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല മാറി മാറി പറയുന്നുണ്ട്. എന്നാൽ ആ ഉപദേശങ്ങളുടെ ഇടയിൽ ഒരു ആയത്തങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്താണ്? അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കരുത് എന്ന് ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞ ഉപദേശം നമ്മോട് അല്ലാഹു തആല എടുത്തു പറയുന്നു. അതിനിടയിൽ അല്ലാഹു തആല ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട്. അതെന്താണ്? വവസ്വൈനൽ ഇൻസാന, അതേ മനുഷ്യരോട് അല്ലാഹു തആല പറയുന്നു, കൽപ്പിക്കുന്നു, ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ. ലുക്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതിനിടയിൽ കയറി അല്ലാഹു തആല പുതിയൊരു കാര്യം പറയുന്നു. മോനെ, പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, നിന്റെ മാതാപിതാക്കളെ നീ നല്ല പോലെ പരിപാലിക്കണേ. അതിൽ പ്രത്യേകിച്ചും ഉമ്മാനെ നീ വല്ലാതെ ശ്രദ്ധിക്കണേ. കാരണം കൂടെ അല്ലാഹു പറയുകയാണ്. എന്താണ് അതിന് കാരണം? ഉമ്മാക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. എന്തേ അതിന് കാരണം? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ, അതേ ഉമ്മ നമ്മെ ഒരു വേദനയുടെ മുകളിൽ മറ്റൊരു വേദന സഹിച്ചിട്ടാണ് ഗർഭം ചുമന്നത്. ഒരു പ്രയാസത്തിന് മുകളിൽ മറ്റൊരു പ്രയാസം സഹിച്ചിട്ടാണ് ഗർഭം ചുമന്നത്. ഉമ്മാന്റെ പ്രയാസം ചില്ലറയല്ല. ഗർഭിണിയായിട്ട് ഉമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ഭാര്യമാര് ഗർഭിണിയാകുന്ന സമയത്ത് അവസാന സമയം വരുമ്പോ അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്. നല്ല പോലെ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഛർദിലാണ്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് കിടക്കുന്നിടത്തുനിന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് തിരിഞ്ഞു കിടക്കണം. നേരിട്ട് നമ്മളങ്ങ് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് പോലെ കിടക്കാൻ പറ്റുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ ഉമ്മയെപ്പറ്റി? അതാണല്ലോ പറഞ്ഞത്, വഹനൻ അലാ വഹനിൻ വഹനൻ അലാ വഹനിൻ, അതേ ഒരു പ്രയാസത്തിന്റെ മുകളിൽ മറ്റൊരു പ്രയാസമാണ് ഉമ്മ സഹിച്ചത്. മാത്രമല്ല വഫിസാലുഹു ഫീ ആമൈൻ, അതേ ആ പ്രസവം കഴിഞ്ഞിട്ടോ കുഞ്ഞിനെ പോറ്റി വളർത്തുന്നതില്ലേ, ആ കുഞ്ഞിനെ നല്ലപോലെ പരിപാലിക്കണ്ടേ. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന്, ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് ആ കുഞ്ഞ് വേർപിരിഞ്ഞത് വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം തികയുമ്പോഴാണ്. അതുവരെ നിന്റെ കാഷ്ടവും മൂത്രവും ഒക്കെ കോരിയെടുത്തത് ശരീരത്തിലായപ്പോ അറപ്പ് കാണിക്കാതെ വെറുപ്പ് കാണിക്കാതെ നിന്നെ പോറ്റി പരിപാലിച്ചത് നിന്റെ ഉമ്മയാണ്. അതല്ല ഇടക്ക് വെച്ച് ലുക്മാൻ ഹകീം തങ്ങള് അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കരുത് എന്ന ഉപദേശം പറഞ്ഞ ഉടനെ പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ട് അല്ല ഇടയിൽ അങ്ങ് പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ഉമ്മയെയും ബാപ്പയെയും നല്ല പോലെ നോക്കണേ. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ, ഉമ്മ നിന്നെ ഗർഭം ചുമന്ന സമയത്ത് ഒരു വേദനയുടെ മുകളിൽ മറ്റൊരു വേദനയായി പ്രയാസങ്ങൾ സഹിച്ചിട്ട് നിന്നെ പ്രസവിച്ച് 2 വർഷക്കാലം നിന്നെ പാല് തന്ന് അതേ മടിത്തട്ടിലിരുത്തി പോറ്റി വളർത്തിയ ഉമ്മയാണ്. എന്നിട്ടല്ല പറഞ്ഞു, അനിഷ്കുർലീ, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണേ, വലിവാലിദൈക, നിങ്ങളെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. നോക്കൂ നിങ്ങൾ, ലുക്മാൻ ഹകീം റളിയല്ലാഹുവിന്റെ ഉപദേശങ്ങളാണ് ആ സൂറത്തിൽ പറയുന്നത്. ആ ആയത്തിനിടയിൽ അത് പറയുന്നതിനിടെ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കരുത്, അത്രയും പ്രാധാന്യമുള്ള ഭാഗമാണ് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ അള്ളാഹ് വേറൊന്നും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾ മാതാപിതാക്കളെ നല്ലപോലെ നോക്കണം കേട്ടോ, എനിക്ക് പങ്കുകാരെ ചേർക്കരുത് എന്ന് മാത്രമല്ല. ലുക്മാൻ ഹകീം തങ്ങൾ അത്രയാണ് പറഞ്ഞുള്ളൂ. പക്ഷെ അതിനോട് കൂടെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എനിക്ക് പങ്കുകാരെ ചേർക്കൽ വലിയ പാപമാണ്, തെറ്റാണ്. അതിനോട് കൂടെ നിങ്ങൾ ഉമ്മാനെയും ബാപ്പാനെയും നോക്കുന്ന കാര്യം കൂടെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പഠിച്ച റബ്ബ് പറയാൻ.
ഉമ്മാനെയും ബാപ്പാനെയും നല്ലപോലെ നോക്കാത്ത ഒരു മനുഷ്യന് വിജയമല്ല. ഉമ്മാനെയും ബാപ്പാനെയും തൃപ്തിയും സന്തോഷവും സമ്പാദിക്കാത്ത മനുഷ്യന് ഇരുലോകത്തും ജയമില്ല. ഖുർആൻ എത്രയോ ഇടങ്ങളിൽ പറഞ്ഞില്ലേ, മാതാപിതാക്കൾക്ക് നല്ലപോലെ നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഖുർആൻ എത്ര ഇടങ്ങളിൽ പറഞ്ഞു. അബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നിങ്ങൾ നല്ലപോലെ ഗുണം ചെയ്യണമെന്ന് സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അങ്ങനെ പലയിടങ്ങളിലും അല്ലാഹു തആല വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. നിങ്ങൾ എത്ര ചെയ്തു കൊടുത്താലും അവര് നമ്മൾക്ക് ചെയ്തതിന്റെ ഏഴരികത്തൂല. ഉമ്മയും ബാപ്പയും ചെയ്തു തന്നതിന്റെ ഏഴരികെ നമുക്ക് എത്താൻ പറ്റൂല. നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേ മഹാനവറുകൾ ഇങ്ങനെ ഹറമിൽ നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു പ്രായമെത്തിയ കിളവിയായ ഒരു ഉമ്മയുണ്ട്. തോളിലൊരു ഉമ്മാനെയും ഏറ്റിയിട്ട് ഇങ്ങനെ ഹറമിൽ വരികയാണ്. എന്നിട്ടോ വയതൂഫു ബിഹാ, ആ ഉമ്മാനെയും ഇങ്ങനെ തോളിലിരുത്തിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ഇതാരാ കാണുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കാണുകയാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ തവാഫ് ചെയ്തെത്തിയപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഹാദിഹി, അല്ല ഇതെന്താ സംഭവം, ഇങ്ങനെ ഒരു തവാഫ് അതാരാണ് എന്ന് ചോദിച്ചപ്പോ അതേ ആ മനുഷ്യൻ പറയുകയാണ്, ഇന്നഹാ ഉമ്മീ, ഇതെന്റെ ഉമ്മയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ, ഇതെന്റെ ഉമ്മയാ. എന്തേ നിങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കണം, ഉമ്മാൻ ഇങ്ങനെ ചുമലിലേറ്റിയിട്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യണ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, എന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞു, എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് ഒരുപാടുണ്ടല്ലോ, ആ ഉമ്മാനോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. പഠിച്ചവനെ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്നു, മോനെ നീ തവാഫ് എത്ര ഇങ്ങനെ ഉമ്മാനെ തോളിലിരുത്തിയിട്ട് കറങ്ങിയാലും നിന്റെ ചെറിയ പ്രായത്തിൽ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ സഹിച്ച വേദനയുടെ ഒരു നിമിഷത്തിന്റെ പോലും അരിക നിനക്ക് എത്തിക്കാൻ പറ്റൂല. അത്ര വേദന നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് മോനെ. ഒരു ദിവസം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം വന്നിട്ട് പറയാണ്, നബിയേ എന്റെ ഉമ്മാക്ക് നല്ല പ്രായമെത്തിയിട്ടുണ്ട് നബിയേ, ഞാൻ എന്റെ ഉമ്മാന്റെ അടുക്കൽ പൂർണ്ണമായും ഖിദമത്തിലാണ് നബിയേ. എന്താണ് ഞാൻ എന്റെ ഉമ്മാക്ക് ചെയ്യുന്ന ഖിദമത്ത്? ആ ഉമ്മാക്ക് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് ഞാൻ വെള്ളമെടുത്ത് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ ഇട്ടു ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രായമെത്തിയ എന്റെ ഉമ്മാക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാൻ ഞാൻ വേറെ എവിടെയും പോകാറില്ല നബിയെ, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്? എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീർക്കാനാണ് നബിയേ. ഉടനെ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ല മോനെ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെറിയ പ്രായത്തിൽ അധ്വാനിച്ച, നിനക്ക് വേണ്ടി സഹിച്ച ആ പ്രയാസങ്ങളുടെ ഒരു അരികിൽ പോലും നിന്റെ സേവനം കൊണ്ട് നീ എത്തൂല. ചില ആളുകൾ പറയുന്നത് കണ്ടിട്ടില്ലേ, ഉമ്മാനെ നല്ല പോലെ ഞാൻ നോക്കിയിട്ടുണ്ട്, വേണ്ടവോളം ഞാൻ നോക്കിയിട്ടുണ്ട്. വേണ്ടവോളം എന്നുള്ളത് നമ്മുടെ മനസ്സിലാണായിട്ടുള്ളൂ. പടച്ചവന്റെ മുമ്പില് ഉമ്മാക്ക് നമ്മൾ എത്ര ചെയ്താലും വേണ്ടവോളം ആകുന്നില്ല.
അതുകൊണ്ടാണ് അല്ലാഹു തആല പടച്ച റബ്ബിന് കൂട്ടുകാരെ ചേർക്കരുത് എന്ന് പറഞ്ഞതിന്റെ കൂടെ വിശുദ്ധ ഖുർആനിലുള്ള ചേർത്ത് പറഞ്ഞത്, അല്ലയോ മനുഷ്യ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ. ഒരു പക്ഷേ നമ്മുടെ ഉമ്മ ചിലപ്പോ നമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, ഒരു പക്ഷേ നമ്മുടെ ഉമ്മ ചിലപ്പോ നമ്മോടൊന്നിച്ച് നിന്നിട്ടുണ്ടാകൂല, അതല്ലെങ്കിലോ നമ്മൾക്ക് വേണ്ടതൊന്നും ഉമ്മ തന്നിട്ടുണ്ടാകൂല എന്ന് വിചാരിച്ച് ഇപ്പോഴും ഉമ്മയോടുള്ളിൽ വെറുപ്പ് വെക്കുന്ന എത്ര പേരുണ്ട്. ഭാര്യ നമ്മുടെ കൂടെ വന്നപ്പോ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മാനെ തെറ്റിദ്ധരിച്ചു പോയ എത്ര പേരുണ്ട്. മോനെ, ഉമ്മ എത്ര മോശക്കാരിയാകട്ടെ, ഉമ്മാന്റെ സ്വഭാവം എത്ര മോശമാകട്ടെ, ഉമ്മാന്റെ പൊരുത്തം നേടണേ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരെ അതേ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വരികയാണ്. ആരാണ് അസ്മാ ബീവി? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളാണ്. ആ അസ്മാ ബീവിയുടെ ഉമ്മ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മുശ്രിക്കത്തായ പെണ്ണാണ്. ആ ഉമ്മ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാന്, നബിയെ, എന്റെ ഉമ്മ മുശ്രിക്കത്താണ് നബിയെ, മുസ്ലിം ആയിട്ടില്ല നബിയെ, എന്റെ ഉമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട് നബിയെ, ഞാൻ വാതില് തുറന്നിട്ട് സ്വീകരിക്കണോ വേണ്ടേ നബിയെ? ഉടനെ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അസ്മാ, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ് മോളെ, വാതില് തുറന്നിട്ട് ഉമ്മാനെ സ്വീകരിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട് താമസത്തിന് ഉമ്മ പങ്കെടുത്തിട്ടില്ല. ഇനി എന്റെ ജീവിതകാലത്ത് ഞാൻ ഉമ്മാക്കൊരു കോള് പോലും വിളിക്കൂലെന്ന് തീരുമാനിച്ചോരില്ലേ? എന്റെ വേണ്ട സമയത്ത് എന്റെ ഉമ്മനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരാടോ പറഞ്ഞത് നിന്നെ വേണ്ട സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ലാന്ന്? നിന്റെ ഉമ്മ നിന്നെ നോക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഏത് വാപ്പയാണ് നിന്നെ വന്ന് നോക്കുന്നത്? ചെറിയ പ്രായത്തിൽ ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് താലോലിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് വലിയ വലിയ ബടാ ബടാ ആത്മീയായി മാറിയത്. അതുകൊണ്ട് അഹങ്കാരമൊക്കെ അവിടെ നിലത്ത് വെച്ചിട്ട് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ പോയി വീണാലാണ് മനുഷ്യ നമ്മൾക്ക് സ്വർഗം നേടാനാകുന്നത്. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, ഉമ്മാക്ക് വലിയ പവിത്രതയുണ്ട് എന്ന് ഹദീസുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ പലപ്പോഴും പലരും ബാപ്പാനെ മറന്നുകളയാണ്. ജോലിയും അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ ബാപ്പ വീട്ടിലെത്തുമ്പോ ഉമ്മയും മക്കളും ഒരു ടീമായി അങ്ങ് മാറിയിട്ട് ബാപ്പ വെറും ഒരു ഡിസ്പോസിബിൾ ആയി മാറുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ കാണുന്നുണ്ട് അല്ലേ? അധിക വീടുകളിൽ ഉമ്മി മക്കൾക്ക് ഒരു സെറ്റായിരിക്കും. പല വിഷയങ്ങൾ വരുമ്പോൾ ഉമ്മി മക്കളെ ഒന്നാവും, ബാപ്പ പുറത്താ. ഈ സാധു 18-ാം വയസ്സിൽ 20-ാം വയസ്സിൽ ഗൾഫ് കയറി നല്ല ജീവിതത്തിന്റെ നല്ല സുഹത്തുള്ള ഭാഗങ്ങൾ മുഴുവനും വെയിൽ കൊണ്ട് അധ്വാനിച്ച് വളരെ വളരെ പ്രയാസപ്പെട്ടിട്ട് ആ ചെറുപ്പ പ്രായത്തിലൊക്കെ അധ്വാനിച്ച്, എന്തിനാ അധ്വാനിച്ചത്? എന്റെ മക്കൾ നല്ല പോലെ ജീവിക്കട്ടെ, എന്റെ മക്കൾക്ക് നല്ലൊരു വീട് വെച്ചിട്ട് അവരതിൽ താമസിക്കട്ടെ. വീട് താമസം കഴിഞ്ഞിട്ടടക്കം അതിലൊരു ദിവസം കിടക്കാൻ സമയമില്ല. വീട് താമസം കഴിഞ്ഞു പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തു പോയി. ആര് കിടക്കട്ടെ? എന്റെ മക്കള്, ഭാര്യ മക്കള് കിടക്കട്ടെ. എല്ലാം മറന്ന്, ജീവിതത്തിന്റെ എല്ലാം മറന്ന് അവര് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഉപ്പമാര്, ഭർത്താക്കന്മാര്, ഉപ്പമാര് എല്ലാം മാറ്റിവെച്ചിട്ട് അവസാനം അവര് ഗൾഫിൽ നിന്ന് സമ്പാദിച്ചത് പിന്നെ കൊളസ്ട്രോൾ ആണ്, ഷുഗറാണ്, എല്ലാ ആരോഗ്യവും നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പിന്നെ വീട്ടിലുള്ളവർക്കൊന്നും മുപ്പാനെ കണ്ടുകൂടാ. ബാപ്പ പിന്നെ ഒരു ഭാരായിട്ട് തീരുകയാണ് അല്ലേ? റൊട്ടി തിന്ന് കുബൂസ് തിന്നിട്ട് ജീവിക്കുകയാണ് ഗൾഫില്. രാവിലത്തെ നാസ്ത കഴിക്കൂല, ഉച്ചക്കൊരു നേരം ഭക്ഷണം കഴിച്ച് ഉച്ചക്കത്തെ ഭക്ഷണത്തുമ്മ രാവിലത്തെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് ജീവിതം ഇങ്ങനെ മുട്ടിക്കുകയാണ്. അധികം ആളുകൾ അങ്ങനെയാണ്.
ചില ആളുകളുണ്ട്. ഞാൻ ഇന്നാള് അബുദാബിയിൽ നിന്ന് റൂമിൽ നിൽക്കുമ്പോൾ ഒരുത്തന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ അവനെ കണ്ടില്ല. ചോദിച്ചു, എന്താണ് അതിനെ ഉച്ചഭക്ഷണത്തിന് കണ്ടില്ലല്ലോ? അപ്പൊ അവൻ പറഞ്ഞേ, എന്താണെന്നറിയോ, ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ അവിടെ അവര് മന്തിയൊക്കെ പാർസൽ കൊണ്ട് നിൽക്കുക. ഞാനും ഇങ്ങനെ ആലോചിച്ചു, നമ്മളിവിടുന്ന് ഇത്ര അധ്വാനിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഒപ്പിച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പൈസ ഇവര് മന്തിയൊക്കെ പാർസൽ, ഞാൻ ഇന്നലെ ഒരു ബിരിയാണിയാണ് പോയി തിന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പൊ ഞാൻ പറയാ, എന്തായാലും കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചിട്ടാണ് ഈ ബാപ്പ വളർത്തുന്നത്. ഇരിക്കാനുള്ള വീടുണ്ടായത് മക്കൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുത്തത് വാപ്പയാണ്. നമ്മുടെ കയ്യിലുള്ള വാച്ച്, നമ്മുടെ വീടിന്റെ ചുമരുകളിലുള്ള ക്ലോക്ക്, അതിൽ സെക്കൻഡ് സൂചി ഓടുന്നത് ആരും ശ്രദ്ധിക്കാറില്ല. ഒരു മണിക്കൂറിന്റെയും മിനിറ്റിന്റെയും 2 സൂചി ഉണ്ട്, ഒരു ചെറുതൊരു വലുതും. അതിലേക്ക് എല്ലാവരും നോക്കുള്ളൂ. സെക്കൻഡ് സൂചി എവിടെ എത്തിന്ന് ആരും മെയിൻ ചെയ്യാറില്ല. ആ മണിക്കൂർ എത്രയായി, എത്ര മിനിറ്റായി എന്നേ നോക്കുള്ളൂ. പക്ഷേ സെക്കൻഡ് സൂചി നിന്നാൽ അത് വാപ്പയാണ്, നമ്മുടെ വീട്ടിലെ വാപ്പയാണ് സെക്കൻഡ് സൂചി. ആ സെക്കൻഡ് സൂചി നിന്നാൽ പിന്നെ മണിക്കൂറിന്റെ സൂചി കോട്ടമില്ല, മിനിറ്റിന്റെ സൂചി കോട്ടമില്ല. സെക്കൻഡ് സൂചി നിന്ന് പോയാൽ, ബാപ്പ തളർന്നു പോയാൽ, വീടിന്റെ നാഥൻ തളർന്നു പോയാൽ ക്ലോക്ക് നിന്നതുപോലെയാണ്. ബാപ്പാക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോ പണമൊക്കെ വന്നിട്ടുണ്ടാകും, നമ്മൾ വലിയ ജോലിയുള്ള ആളൊക്കെ ആയിട്ടുണ്ടാകും, ചിലപ്പോ ബാപ്പാനേക്കാളും വലിയ ഫേമസ് ഒക്കെ ആയിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ മുമ്പിൽ മുതലാളി വാപ്പ തന്നെ, നമ്മുടെ മുമ്പിൽ ഫേമസ് വാപ്പ തന്നെ. അതുകൊണ്ടാണ്, അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. ആയത്ത് അല്ലാഹു തആല അവിടെ കൊണ്ടുവന്നത് അത്രയും പ്രാധാന്യമുണ്ട് മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് അവരെ പൊരുത്തം നമ്മൾ എങ്ങനെയൊക്കെ നേടാൻ പറ്റുമോ അങ്ങനെയൊക്കെ നേടാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചുരുക്കി പറയാൻ, ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളെ അല്ലാഹു തആല പറയുന്നു, യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, ഇന്നാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ തെറ്റിൽ നിന്ന് ഒരു ചെറിയ കണിക പോലും ചെയ്യരുത്, ചെറിയ ഒരു കണിക പോലും നീ തെറ്റിൽ നിന്ന് ചെയ്യരുത് മോനെ. കാരണം എന്തേ? അങ്ങനെ സംഭവിച്ചാൽ അപകടമാണ്. നീ വലിയ ഒരു പാറക്കല്ലിന്റെ ഉള്ളിലേക്ക് പോയിട്ട്, ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്താലും, അതല്ലെങ്കിലോ ആകാശത്തേക്ക് അങ്ങ് ഉയർന്നു പോയിട്ട് പറക്കുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് നീ മദ്യപിച്ചാലും നീ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചോ. ഔഫിൽ അർളി, ഭൂമിയിൽ തന്നെ ആരും കാണാത്ത ഇടങ്ങളിലേക്ക് നീ പോയിട്ട്, എവിടെ പോയിട്ട് നീ തെറ്റ് ചെയ്താലും അല്ലാഹ് പറയുന്നു, യഅതി ബിഹല്ലാഹ്. നീ ചെയ്ത ഓരോ തെറ്റും നീ എവിടെ പോയാലും അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എത്ര കൃത്യമാണ് പറഞ്ഞെന്ന് നോക്കിയേ നിങ്ങൾ. ലുഖ്മാൻ ഹകീം തങ്ങൾ പറഞ്ഞത് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറയാൻ, നമ്മൾ എല്ലാവരും പാടാക്കണത്, യാ ബുനയ്യ ഇന്നാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. നീ ഒരു തെറ്റ് ചെയ്യാൻ പുറപ്പെടുമ്പോ ആലോചിക്കണം, എവിടെ പോയി ചെയ്താലും രക്ഷപ്പെടൂല. അല്ലാഹ് തന്നെ അങ്ങ് പറയാണ്, ഫതകും ഫീ സഖറത്തിൻ, വലിയ പാറക്കല്ലിന്റെ ഉള്ളിലേക്ക് നീ തുറന്നു പോയിട്ട് ചെയ്താലും നാട്ടുകാര് ചിലപ്പോ കാണൂല, പക്ഷേ അല്ലാഹ് കാണുന്നുണ്ട്. ഔ ഫിസ് സമാവാതി, ആകാശത്തേക്ക് നീ ഉയർന്നു പോകാനുള്ള നിന്റെ വലിയ വലിയ സംവിധാനങ്ങളിലൂടെ ബഹിരാകാശം നടത്തി വന്നവരില്ലേ, ആ ആളുകൾ എവിടെ വെച്ച് എത്ര വലിയ തെറ്റ് ചെയ്താലും വരെ ഔ ഫിസ് സമാവാതി, അല്ലാഹുവിന്റെ നിയന്ത്രണം ഭൂമിയിൽ മാത്രമല്ലല്ലോ, എവിടെ പോയാലുമുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, പാറക്കല്ലിന്റെ ഉള്ളിലായാലും ആകാശത്ത് നിങ്ങൾ എവിടെ വെച്ച് ചെയ്താലും ഔ ഫിൽ അർളി, ഭൂമിയിൽ
നിങ്ങൾ അങ്ങ് വെച്ച് തെറ്റ് ചെയ്താലും അല്ലാഹു തആലയുടെ മുമ്പിൽ കൃത്യമായ റിപ്പോർട്ട് വരും. എവിടെ പോയി തെറ്റ് ചെയ്താലും കൃത്യമായ റിപ്പോർട്ട് വരും. അതുകൊണ്ട് മോനെ, നീ തെറ്റ് ചെയ്യുമ്പോ നീ നല്ല പോലെ തെറ്റ് ചെയ്യുന്നതിൽ സൂക്ഷിക്കണം. തെറ്റ് വന്നു പോകരുത്, ചെറിയ ഒരു തെറ്റ് പോലും വന്നു പോകരുത്. എന്നിട്ട് അടുത്ത ഉപദേശം, യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നീ നിസ്കാരം നല്ല പോലെ നിലനിർത്തണേ. നോക്കൂ നിങ്ങൾ, ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശങ്ങളിൽ എത്രയിടത്താണ് നിസ്കാരത്തെ നിലനിർത്താൻ പറഞ്ഞത്? ഇരിക്കട്ടെ, ഖുർആനിൽ തന്നെ എത്രയിടത്ത് പറഞ്ഞു? ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നിസ്കാരത്തെ പറഞ്ഞില്ലേ? നിസ്കാരം നിലനിർത്തണേ, സക്കാത്ത് കൊടുത്തു വീട്ടണേ എന്ന് എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅത്തുസ്സകാ. സൂറത്തുൽ ലം യകുനില്ലദീന കഫറു എന്ന സൂറത്തിൽ കാണാം, ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅത്തുസ്സകാ. നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ, സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണേ. അത്രയും പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന്. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ചുരുക്കി ആയത്തങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. അല്ലാഹു തആല പറയാണ്, ലുഖ്മാൻ ഹകീം തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കണം, അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കാണുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കണം. തിന്മ നിരോധിക്കണം, നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണം. അതേ നന്മ ചെയ്യാൻ കൽപ്പിക്കലും അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും രണ്ടും എല്ലാ മനുഷ്യന്റെയും മുസ്ലിമിന്റെയും ബാധ്യതയാണ്. കേവലം ഒരു ഉസ്താദിന്റെ ബാധ്യതയല്ല. നന്മ വേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കലും തിന്മ കാണുമ്പോ വിരോധിക്കലും, അതെ അത് അരുത് എന്ന് കാര്യതാത്തത് കാണുമ്പോ അരുത് എന്ന് പറയലും ഒരു ഉസ്താദിന്റെ മാത്രം ഡ്യൂട്ടിയല്ല. അല്ലാഹു തആല പറയുന്നു, നിസ്കാരം നിലനിർത്തുകയും അതുപോലെ തന്നെ അതേ വഅ്മുറു ബിൽ മഅറൂഫി, നന്മ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ, വൻഹ അനിൽ മുൻകരി, തിന്മക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. എല്ലാവരെയും ബാധ്യതയാണ്. നന്മ പറയണം, തിന്മക്കെതിരെ പ്രവർത്തിക്കണം. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമുണ്ട്, അതങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതല്ല. നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. തിന്മ കാണുമ്പോൾ അതിന് അരുതാത്തത് കാണുമ്പോ അരുത് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്? ഞാനിപ്പോ അവനോട് അരുത് എന്ന് പറഞ്ഞ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ? ഞാൻ അവനോട് നല്ലൊരു കാര്യം പറയാൻ പോയാല് അവൻ പിന്നെ അതിന്റെ പേരിൽ എന്നോട് വെറുക്കുമെന്നല്ലേ? എന്നാൽ അതിന് പരിഹാരം അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. അതേ വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക്. ഇത് രണ്ടും ചെയ്താലേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഒരു നല്ല കാര്യം ചെയ്താലും ഒരു വേണ്ടാത്തൊരു സംഗതി കാണുമ്പോ അരുത് എന്ന് പറഞ്ഞാലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് ഖുർആൻ തന്നെ പറയാണ്. കാരണം എന്താ? ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വസ്ബിർ അലാ മാ അസാബക്. ഇത് രണ്ടും ചെയ്യുമ്പോ കുറച്ച് ഗതികേട് എനിക്ക് വരും. വസ്ബിർ, നീ ക്ഷമിച്ചോ, അലാ മാ അസാബക, ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന റിയാക്ഷനുകൾ മുഴുവനും നീ സഹിച്ചോ. ഒരു നല്ല കാര്യം ചെയ്യുമ്പോ എതിരാളികൾ വരും, അതിനെതിരെ ആരോപണങ്ങൾ വരും. ആ മനുഷ്യൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ വേണ്ടുവോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ശൈത്താന്മാർ അതിന്റെ പിന്നാലെ ഓടി നടന്നുകൊണ്ടിരിക്കും.
ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ശത്രുക്കളുണ്ട്, ആരോപണങ്ങളുണ്ട്, എല്ലാം അതിന്റെ പിന്നിൽ വരും. അതാണല്ല പറഞ്ഞത്, നീ നല്ല കാര്യങ്ങൾ പറയണം, തിന്മക്കെതിരെ പ്രവർത്തിക്കണം. അത് ചെയ്യുമ്പോൾ നിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണം വരും, നിന്നെ പറ്റിയില്ലാത്ത ജനങ്ങൾ പറയോ, നിനക്കെതിരെ ശത്രുക്കൾ ഉണ്ടായി തീരും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ വസ്ബിർ അലാ മാ അസാബക്, മോനെ നീ ക്ഷമിക്കാനാണ് പഠിക്കേണ്ടത്, അല്ലാതെ ആ എതിരാളികൾക്കെതിരെ മറുപടി പറയാൻ പോകണ്ട. നെവർ മൈൻഡ്, തട്ടിക്കളയണം, മൈൻഡ് ചെയ്യരുത്. ഏത് മേഖലയിലാണെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തു നോക്ക്, അതേ ആരോപണം വരും, തടുക്കാൻ ആള് വരും. ഒരു തിന്മ നിങ്ങൾ തടുത്തു നോക്ക്, എതിരാളികൾ ഒരുപാടുണ്ടാകും. ഉമ്മാനെ തച്ചാലും അഭിപ്രായം പറയാൻ 2 വിഭാഗം ആളുകൾ ഉണ്ടാകും. അങ്ങനത്തെ കാലഘട്ടമാണല്ലോ, അതാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, മോനെ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും, ഇത് രണ്ടും നീ നടത്തുന്ന സമയത്ത് നല്ല പോലെ നിനക്ക് എതിരാളികൾ വരും മോനെ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, എല്ലാ നബിമാർക്കും അല്ലാഹ് ശത്രുക്കളെ കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നബിമാർക്ക് വരെ ശത്രുക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത നമ്മളെ പറ്റി പറയാനുണ്ടോ? എന്നിട്ടല്ല പറയാണ്, ആ ശത്രുക്കൾ ആരാണെന്നും കൂടെ അല്ല പറയാണ്, ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. 2 വിഭാഗം ആളുകളുടെ ശൈത്താന്മാരാണ്, ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. ആദ്യം പറഞ്ഞത് നിന്നെ എതിർക്കാൻ വരുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ശൈത്താന്മാരുണ്ട്. ശയാത്തീനൽ ഇൻസി, മനുഷ്യ ശൈത്താന്മാരാണ് ആദ്യം നിന്നെ എതിർക്കാൻ വരുന്നത്, നിന്റെ പേരിൽ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെയാണ് വൽ ജിന്നി, മറ്റുള്ള ശൈത്താന്മാര് വരുന്നത്. അതുകൊണ്ട് വസ്ബിർ അലാ മാ അസാബക്, വരുന്നത് മുഴുവനും സഹിക്കാനുള്ള മനസ്സുകൊണ്ട് നേരിട്ടോ. വിശുദ്ധ ഖുർആൻ ലുഖ്മാൻ ഹക്കീം തങ്ങൾ മോനോട് പറഞ്ഞ ഉപദേശം അള്ളാഹു നമുക്ക് പാഠമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ചുരുക്കി പറയട്ടെ, അതെ, എന്നിട്ട് ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ വലാ തുസഇർ ഖദ്ദക ലിന്നാസി. നീ ജനങ്ങളിൽ നിന്ന് നീ വലിയൊരു അഹങ്കാരത്തോടുകൂടെ നിന്റെ മുഖം തിരിച്ചു കളയരുതേ മോനെ. പാവങ്ങളോട് സംസാരിക്കാൻ എന്റെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അഭിമാനക്കെടുണ്ട് എന്ന് വിചാരിക്കുന്നവർ, പാവപ്പെട്ടൊരു മനുഷ്യൻ വന്നിട്ട് സങ്കടവും പ്രയാസങ്ങളും പറയുമ്പോൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കുശലാന്വേഷണം നടത്താൻ മറ്റുള്ള സ്റ്റാൻഡേർഡ് മനുഷ്യന്മാരെ മുമ്പിൽ നിന്നിട്ട് സംസാരിച്ചാൽ, ഇവിടുന്ന് അവനോട് സംസാരിച്ചാൽ എനിക്ക് വലിയ മോശത്തരാണ് എന്ന് ചിന്തിക്കുന്നവർ, PTA മീറ്റിങ്ങിന് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മീറ്റിങ്ങിലേക്ക് വരുമ്പോ മറ്റുള്ള ഫ്രീക്കന്മാരായ കൂട്ടുകാരുടെ മുമ്പിൽ കർഷകനായ എന്റെ ഉപ്പ കള്ളിത്തുണിയും ബനിയനും ഇട്ടിങ്ങനെ വരുമ്പോ അതെന്റെ ഉപ്പയാണ് എന്ന് പറയാൻ മടി കാണിക്കരുത്. എല്ലാവരോടും നീ നല്ല മുഖം കാണിക്കണം. ആരെയും നിസാര മുഖത്തോടെ ഫേസ് ചെയ്യാൻ മടി കാണിക്കരുത്. നീ മനുഷ്യരോട്, പാവങ്ങളോടും പണക്കാരോടും എല്ലാവരോടും ചിരിച്ചു നല്ല മുഖം കൊടുക്കണം മോനെ. വലാ തുസഇറു ഖദ്ദക ലിന്നാസ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നീ ജനങ്ങളോട് നല്ല മുഖത്തോടെ സംസാരിക്കണം. അവനെ കാണുമ്പോ അതെ ഇങ്ങോട്ട് മുഖം തിരിച്ചിട്ട് പോകാണ്, അവനെങ്ങാനും സലാം പറഞ്ഞാലോ, അവനെങ്ങാനും എന്നോട് മിണ്ടിയാലോ, ഞാൻ ഏതായാലും അങ്ങോട്ട് മിണ്ടാൻ പോകൂല, എന്നാ പിന്നെ ഇങ്ങോട്ടും മിണ്ടാൻ വരണ്ട എന്നൊരു തീരുമാനമെടുത്തവരില്ലേ? പാടില്ല. ഖുർആൻ പറയുന്നു, അതേ മോനെ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അഹങ്കാരത്തോടെ നീ അതേ മനുഷ്യന്മാരിൽ നിന്ന് മുഖം തിരിച്ചു കളയല്ലേ. വലാ തംശി ഫിൽ അർളി മറഹാ, വലാ തംശി ഫിൽ അർളി മറഹാ, പൊങ്ങച്ചം നടിച്ച് ഭൂമിയുടെ മുകളിലൂടെ നീ നടക്കല്ലേ.
പലപ്പോഴും നീ ഭൂമിക്ക് ഭാരമായി പോകുന്നുണ്ട്. നിന്റെ അഹങ്കാരവും പൊങ്ങച്ചവും വെച്ചുള്ള നടത്തം വലിയ വലിയ പാറക്കല്ലുകളെ താങ്ങി നിൽക്കുന്ന ഭൂമിക്ക് ഭാരമായി തോന്നിയിട്ടില്ല. പക്ഷേ പലപ്പോഴും നിന്റെ അഹങ്കാരം നിന്നെ ചുമന്ന് നടക്കുന്നത് ഭൂമിക്ക് ഭാരമായി തോന്നിയിട്ടുണ്ട് മോനെ. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹാ, അഹങ്കാരത്തോടെ ഭൂമിയിൽ ഒരു നടത്തം വേണ്ട. നിർത്തിവെച്ചോ നിന്റെ അഹങ്കാരം. ആരോടാ നീ അഹങ്കരിക്കുന്നത്? വേണ്ട. ലുക്മാൻ ഹക്കീം തങ്ങൾ പറയുന്നു അവസാനം, അതേ, എന്നിട്ട് ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആല അത്തരക്കാരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ വലിയൊരാളാണ്, ഞാൻ വലിയ നേതാവാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ വലിയ സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അഹങ്കാരത്തോടെ നടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത ടീമാണ്. അവസാനമായി ലുക്മാൻ ഹക്കീം തങ്ങൾ പറഞ്ഞൊരു ഉപദേശം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദം മിതത്വം പാലിക്കുന്നതായിരിക്കണം. എല്ലായിടത്തും ഒച്ചയിട്ട് സംസാരിക്കാൻ പറ്റൂല. ചിലയിടത്ത് ഒച്ചയിട്ട് സംസാരിക്കേണ്ട ഇടങ്ങളുണ്ടാകും. ചിലരെക്കാൾ ശബ്ദമുയർത്താൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ബാപ്പാനേക്കാൾ ശബ്ദമുയർത്തരുത്, പ്രവാചകന്മാരെക്കാൾ ശബ്ദമുയർത്തരുത്, ആലിമീങ്ങളെക്കാൾ ശബ്ദമുയർത്തരുത്. ഖുർആൻ പറഞ്ഞില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിൽ നിന്ന് പലരും സംസാരിച്ചപ്പോ അതേ അവര് ശബ്ദമുയർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അദബ് കേടാണ്. അങ്ങനെ വന്നപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതേ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആലിമീങ്ങളോട് സംസാരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ശബ്ദം നിങ്ങൾ ഉയർത്തി സംസാരിക്കരുതേ. അദബ് പാലിക്കണേ, അദബ് പാലിക്കണേ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോ അതേ മദീനത്തെ പള്ളിയിൽ എപ്പോഴും വന്നിരുന്ന സ്വഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ്. മദീനത്തെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനുണ്ടാകുന്ന സ്വഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് എന്ന സ്വഹാബി. ആ സ്വഹാബിയെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം പള്ളിയിൽ ജമാഅത്തിൽ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചു, എവിടെ സാബിത്ത്, എവിടെ? കാണാനില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ജമാഅത്തിനൊന്നും കാണാനില്ലല്ലോ. അപ്പോഴതാ സ്വഹാബത്ത് പറഞ്ഞു, നബി അദ്ദേഹം വീട്ടിലുണ്ട്, പനിയോ മറ്റോ വല്ലെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിട്ടു. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് തങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്തേ സംഭവിച്ചതെന്ന് ചോദിക്കാൻ ചെല്ലുന്നു സ്വഹാബികൾ. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് തങ്ങളെ വീട്ടിലേക്ക് ചെന്നു. അല്ല സാബിത്ത് തങ്ങളെ, നിങ്ങൾ എന്തേ പള്ളിയിൽ വരാത്തത്? മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തേ സാബിത്ത് തങ്ങളെ നിങ്ങൾ പള്ളിയിൽ വരാത്തത്? നിരവധി മഹാന്മാരായ ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥങ്ങളിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ തന്നെ തഫ്സീറുകളിലൊക്കെ ഈ സംഭവം ചരിത്രം കാണാം. എന്തേ സാബിത്ത് തങ്ങളെ നിങ്ങൾ പള്ളിയിൽ വരാത്തത് ചോദിച്ചപ്പോൾ അല്ല, ഒന്നുമില്ല, ഞാൻ പള്ളിയിൽ വന്നിട്ടില്ല, നിങ്ങൾ പൊക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, രോഗമൊന്നുമില്ല, ആള് വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, എന്ത് ആവശ്യം, എന്താ പ്രശ്നം അന്വേഷിച്ചു നോക്ക്, പരിഹാരം നമുക്ക് കാണാം.
ചെന്നപ്പോ പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് തങ്ങൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ വരാത്തത് രോഗമുള്ളത് കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ഒരായത്തിറങ്ങിയില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന ആയത്തിറങ്ങിയില്ലേ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ട് ഞാൻ ജന്മനാൽ എന്റെ ചെവി കേൾവി അല്പം എനിക്ക് കുറവാണ്, ഉറക്കെ സംസാരിക്കുന്ന സ്വഭാവമുള്ള ആളാണ്, ജന്മനാൽ അങ്ങനെയുള്ള ഒരു രീതിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനെങ്ങാനും പള്ളിയിൽ വരുന്ന സമയത്ത് സലാം പറയുമ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശബ്ദമങ്ങ് ഉയർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് സ്വഹാബ ഞാൻ പള്ളിയിൽ വരാത്ത. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, വരാൻ പറഞ്ഞു, പള്ളിയിൽ വരാൻ പറഞ്ഞു. സാബിത്ത് തങ്ങൾ പള്ളിയിൽ വന്നപ്പോ ഈ വിഷയം മുത്തുനബിയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് തങ്ങളെ, ഇത് നിങ്ങൾക്ക് ജന്മനാലുള്ള ഒരു വൈകല്യമല്ലേ, അത് ഈ പറഞ്ഞതിന്റെ പരിധിയിൽ പെടുന്നില്ല. നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നാ മതിയോ? ഈ മാനികമായി ജീവിച്ച് ദീനിന്റെ പ്രചരണത്തിനിറങ്ങിയിട്ട് ദഅവത്തിനിറങ്ങിയിട്ട് സ്വർഗം നേടേണ്ട സാബിത്ത് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോ തൊട്ടടുത്ത് വന്ന യുദ്ധത്തിലേക്ക് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് തങ്ങൾ പോകുന്നു. ആ യുദ്ധത്തിൽ അതാ ഷഹീദായി പോകുന്നു. അപ്പൊ മഹാനവറുകൾ ജീവിതകാലത്ത് സൂക്ഷ്മത പുലർത്തിയത് ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന് ആഴ്ത്തിറങ്ങിയപ്പോഴാണ്. ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞ ഉപദേശം അതേ കണ്ടില്ലേ, വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഗളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദത്തിൽ മിതത്വം പാലിക്കണേ മോനെ. ബാപ്പാനോട് സംസാരിക്കുമ്പോ മിതത്വം വേണം, അതേ മുതിർന്നവരോട് സംസാരിക്കുമ്പോ മിതത്വം വേണം, പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോ, ഉമ്മയോട് സംസാരിക്കുമ്പോ, ഉസ്താദിനോട് സംസാരിക്കുമ്പോ നല്ല മിതത്വത്തോടെ സംസാരിക്കണേ മോനെ. അദബ് വേണം, അച്ചടക്കം വേണം. അതല്ലാത്ത രീതിയിലുള്ള സംസാരമുണ്ടായാൽ ഖുർആൻ പറഞ്ഞതിന് എതിരാണ്. എന്നിട്ടോ അങ്ങനെ നീ ഒച്ചത്തിൽ സംസാരിക്കുന്ന സ്വഭാവമുണ്ടായാൽ ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ, കഴുതയുടെ ശബ്ദം എത്ര വൃത്തികേടിലാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്, അതിനേക്കാൾ മോശത്തരമായിരിക്കും നിന്റെ ശബ്ദം. അതുകൊണ്ട് നീ മിതത്വം പാലിക്കണം, നല്ല ശബ്ദത്തിൽ സംസാരിക്കണം, നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. ഭൂമിയിൽ നടക്കുമ്പോ വിനയം വേണം, പാവങ്ങളോട് നിന്റെ മുഖം കൊടുക്കണം. അതേ തെറ്റ് ചെയ്യാൻ വല്ലതിലേക്കും പോകുമോ എന്ന ഭയം നിനക്ക് വേണം. അതുപോലെ തന്നെ നിസ്കാരത്തെ നീ നിലനിർത്തണേ മോനെ. അതുപോലെ നന്മ കൊണ്ട് നീ കൽപ്പിക്കണേ മോനെ, തിന്മയെ നീ വിരോധിക്കണേ മോനെ. ഇതൊക്കെ ചെയ്യുമ്പോ എതിർപ്പുകൾ വരുമ്പോ അസ്ബിർ അലാ മാ അസാബക, നീ നല്ല പോലെ ക്ഷമിച്ചങ്ങ് കഴിയണം മോനെ. നിന്റെ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകണേ മോനെ. എല്ലാത്തിനും അപ്പുറം അല്ലാഹ് എന്ന ചിന്ത വെച്ചിട്ട് പടച്ച റബ്ബിന് പങ്കുകാരെ ചേർക്കാതെ നല്ല ഈമാനുള്ള ഒരു ജീവിതം നീ നയിക്കണം മോനെ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകൻ നൽകിയ ഉപദേശം കണ്ടില്ലേ, വിശുദ്ധ ഖുർആനിലതാ അല്ലാഹു തആല ഒരു പേജിൽ അങ്ങ് നിരത്തി പറഞ്ഞിരിക്കുകയാണ്. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു തആല ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെ സ്വഭാവവും നന്നാക്കി തരട്ടെ. പഠിച്ചവനെ, ഞങ്ങൾ 4 ദിവസത്തോളം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ജീവിതവും അവിടുത്തെ ഉപദേശങ്ങളും ഞങ്ങൾ പറഞ്ഞു. സാധുവായ ഞാൻ പറഞ്ഞത് പറയാൻ അർഹത ഉള്ളത് കൊണ്ടല്ല, ഞാൻ എന്റെ ശരീരത്തോട് പറഞ്ഞു, നിങ്ങളെ കേൾപ്പിച്ചു. അല്ലാഹുവേ, പറയുന്നത് കൊണ്ട് സാധുവായ എന്നെയും കേൾക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ.